ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിന്റെ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വോളിബോർഡ് ലൈവ് മോക്കിന്റെ കഴിഞ്ഞ ആഴ്ച നടന്ന, അതായത് 6-7 ഏപ്രിൽ നടന്ന സി ജി എൽ 2024 ടിയർ 1ന്റെ സൊല്യൂഷനാണ്, ക്വാണ്ടിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് CGL, CHSL, അതുപോലെ MTS, ബാക്കി എക്സാം നല്ല ഇമ്പോർട്ടന്റ് ആണ്. മെയിനായിട്ടും CGL, CHSL 2020 എക്സാം, അതുപോലെ റെയിൽവേക്ക് വരുന്നവർക്കും വേണ്ടി എങ്ങനെ എക്സാം എഴുതണം എന്ന് ചോദിക്കുന്നവർക്ക്, മോക്ക് ടെസ്റ്റിന്റെ സ്ട്രാറ്റജി ഒക്കെ ചോദിക്കുന്നവർക്ക് എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്തു വരുന്നുണ്ട്. ഇത് 4-5ാമത്തെ ക്ലാസ് ആണ്. 1 മാസത്തോളമായിട്ട് നമ്മൾ ചെയ്തു വരുന്നു. അത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചാനലിനെ പറ്റി പറയാം. നമ്മുടെ ചാനലിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും കാണുക. അപ്പോൾ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ കണ്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ, അപ്പൊ എങ്ങനെ എക്സാമിന് ചെയ്യണം, എങ്ങനെ നിങ്ങൾ വേഗത്തിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാച്ചുകൾ ഏകലവ്യ ബാച്ച് ഉണ്ട്, ബേസിക് ടു അഡ്വാൻസ്ഡ്, അർജുന ബാച്ച് ഉണ്ട്, നമ്മുടെ പിനാക്കിളിന്റെ സൊല്യൂഷൻ, അതുപോലെ റെയിൽവേക്ക് വേണ്ടി ബാച്ച് വരുന്നുണ്ട്, എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് തിയറിയും ബാക്കി ഫുൾ കൺസെപ്റ്റുകളും ഉള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളൊരു ബാച്ചാണ്. അത് വോളിബോർഡ് ലൈവ് മോക്ക് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമായിരുന്നു, എങ്ങനെ വേഗത്തിൽ ചെയ്യാമായിരുന്നു എന്റെ മെത്തേഡുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഒരു എക്സാം സൊല്യൂഷൻ രീതിയിലാണ് പോകുന്നത്. വളരെ വേഗത്തിലായിരിക്കും 25 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. കൺസെപ്റ്റ് വീഡിയോ അല്ലത്, കൺസെപ്റ്റിന്റെ വീഡിയോ ക്ലാസ്സുകൾ അല്ലാതെയാണ് നമ്മൾ വേറെ ബാച്ചുകളായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 318, ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ എന്നിട്ടുണ്ട് ഇത്ര ലെസ് ദാൻ ദ ലെങ്ത്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പൊ ഇതിന് പേനയൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പെരിമീറ്റർ ഇത്രയാണെങ്കിൽ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് 318. അപ്പം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി വരും 150, ബാക്കി 9, 159 ആണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ 30 മീറ്റർ ലെസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് നമുക്ക് 159 കിട്ടിയത്. ലെങ്ത് മൈനസ് ബ്രെഡ്ത്ത് ആണ് 13 കിട്ടിയത്. അപ്പോൾ നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടെണ്ണത്തിന്റെ സമ്മും രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് പറയുകയാണെങ്കിൽ വലുതെന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി ആയിരിക്കും. അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 159 + 13/2. 159 + 13 എന്ന് പറഞ്ഞാൽ 172. 172 പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്, 86. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതിന് ഒരു പേനയും എടുക്കേണ്ട ആവശ്യമില്ല, കാൽക്കുലേഷൻ സ്പീഡ് മാത്രം മതി. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ സ്പീഡ് കിട്ടുന്നത്, അതിനുള്ള വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു പഠിക്കുന്നവർക്ക് ഇങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ അവസാനം എത്തും, പെൻ ഫ്രീയിലോട്ട് എത്തും. അതിന് ഒരുപാട് സമയങ്ങളും നിങ്ങളുടെ ഒരുപാട് ടൈമും കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഞാൻ ടോട്ടലായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റൻ. ഓക്കെ, ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഏത് ക്വസ്റ്റൻ ആണ് ഡൗട്ട് അതിന്റെ ടൈം വെച്ച് ചോദിക്കുക. അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടാം. സയൻസ് സ്ക്വയർ ഏടെ വാല്യൂ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ ഓഫ് 1 - tan square + 1 + 4 1 - cos square. അപ്പോൾ സയൻസ് സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാം, cos square കണ്ടുപിടിക്കാം. അപ്പോൾ cos square എന്ന് പറഞ്ഞാൽ എന്താണ്, 1 - sin square θ ആണ്. 1 - 7/11 എന്ന് പറയുമ്പോൾ എന്ത് വരും, 11 - 7 4/11. ഇതൊക്കെ ഇങ്ങനെ വരണം. ഇനി ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, sin square / cos square ആണ്. 7/11 ഡിവൈഡഡ് ബൈ 4/11. 11 മേളിൽ പോയി 11 വിട്ടും നമുക്ക് എന്ത് വരും, 7/4 എന്ന് വരും. അപ്പൊ ടാൻ സ്ക്വയർ 7/4 ആണ്. അപ്പൊ 1 - 7/4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 1 - 7/4. അതെ, 1 - 7/4. 1 - 7/4 എന്ന് പറയുമ്പോൾ 4 - 7 -3/4 വരും. പ്ലസ് 1 - cos square. cos square എന്ന് പറഞ്ഞാൽ എന്ത് വരും, cos square നമുക്ക് 4/7 വരും. 4/7 വരും. 7 - 4 3 ഡിവൈഡഡ് ബൈ 7 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3 ഡിവൈഡഡ് ബൈ 7 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, -21 + 12. -21 + 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -9. -9 ഡിവൈഡഡ് ബൈ 28. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എടുക്കാം. അപ്പൊ ഇത്രയൊക്കെ തന്നെ എഴുതാവൂ, എത്ര നിങ്ങൾ എടുക്കുന്നു. ഇപ്പൊ ടോപ്പറിന് ഇത് 104 സെക്കൻഡ് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വഴിയിൽ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻ വീണ്ടും ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് സൊല്യൂഷന്റെ എങ്ങനെ എക്സാമിന് ചെയ്യണം എന്നുള്ള ഒരു ബാച്ചാണ് ലൈവ് മോക്കിൽ സൊല്യൂഷൻ. ആദ്യത്തെ ഒരു 4 ക്ലാസ്സുകളിൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം നിങ്ങൾ വേണമെന്നുള്ളവരാണെങ്കിൽ എക്സാം എഴുതും, ലൈവ് മോക്ക് എഴുതും. അങ്ങനെ വേണമെന്നുള്ളവരാണെങ്കിൽ അവർക്ക് ഇതിന്റെ ഷോർട്ട് സൊല്യൂഷൻ മതി. അവർക്ക് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വഴി അവർ ഒന്ന് അന്വേഷിച്ച് നോക്കും. യൂട്യൂബിൽ തന്നെ എല്ലാം കിടപ്പുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞാനൊരു പ്രോഫിറ്റ് ബേസിലോ അല്ലെങ്കിൽ ഒരു ബാച്ച് തുറന്നാനോ അങ്ങനെ തുടങ്ങിയ ഒരു ചാനലല്ല. എനിക്കറിയാവുന്ന ആ പ്രാക്ടിക്കൽ നോളജ് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ആവശ്യമുള്ളവർ മാത്രം കാണുക. അപ്പൊ അവർക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. അവരെന്ത് ചെയ്യും, അത് ജോലി വാങ്ങി പോവുകയും ചെയ്യും. ഓക്കെ, അതിൽ എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അതിന് എന്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത് പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, O is the center of the circle if BAC തന്നിട്ടുണ്ട്, OCD വേണം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് BAC. ഇപ്പൊ സെയിം ആർക്കിലുള്ള ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ BAC എന്ന് പറയുന്നത് തന്നെയായിരിക്കും BDC എന്ന് പറയുന്നത്. ഇത് 52 ആണെങ്കിൽ ഇതും 52 ആണ്. നമുക്ക് ഇതാണ് വേണ്ടത്. ഇനി എന്താ പ്രോപ്പർട്ടി, OD യും OC എന്താണ്, ഈക്വൽ ആണ്. അതായത് റേഡിയസ് ആണ്, റേഡിയസ് ഈക്വൽ ആണ്. അപ്പോൾ ODC എന്ന് പറയുന്ന ഒരു
ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്താണ് ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഇത് 52 ആണെങ്കിൽ ഇത് 52 ആയിരിക്കും. ആൻസർ ചെയ്ത് ഇത് 52. അപ്പോൾ നമ്മൾ ഈ 3 ക്വസ്റ്റിനും എന്താ ചെയ്തത്? പെൻ ഫ്രീ ആയിട്ട് ചെയ്ത് ഈ 3 ക്വസ്റ്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മിനിറ്റിനകത്ത് തീർക്കാൻ പറ്റും. അപ്പോൾ 1 മിനിറ്റ് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 3 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അവിടെ എന്തായിരിക്കും? എന്തായാലും ജോലി ഉറപ്പാണ്. അയാൾക്ക് എന്താണ്? ഇൻസ്പെക്ടർ പോസ്റ്റ് ഉറപ്പാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇത്രയും ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ. എയും ബിയും ടുഗദർ 44 മണിക്കൂർ എടുക്കും. ഏകലവ്യ ബാച്ചിൽ ടൈം വർക്കിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, LCMന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇഫ് ബി ക്യാൻ ഡു ദ സെയിം പീസ് ഓഫ് വർക്കിംഗ് 66 hours, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ എലോൺ ടു ഡു ദ സെയിം പാർട്ട്. അപ്പോൾ എയും ബിയും പിന്നെ ബിയും എലോൺ. ഇപ്പൊ 47 66 LCM കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ 47 66 11 ഉണ്ട്, പിന്നത്തുള്ള 11 22 രണ്ടിടത്തും ഉണ്ട്. ഒരു 2 കൂടെ കൊടുത്താൽ മതി. അതായത് 132 ടോട്ടൽ വർക്ക്. LCM കണ്ടുപിടിക്കുക. 132 വർക്കെങ്കിൽ A+B എന്ന് പറഞ്ഞാൽ എത്ര വരും? 132/47 3 വരും. അതിനകത്ത് ബി എന്ന് പറഞ്ഞാൽ 132/66 2 വരും. അപ്പൊ 2 ആണ് ബിയുടെ എഫിഷ്യൻസി, A+B 3 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. 2 1 കൂടെ കൂട്ടുമ്പോഴാണ് ഇവിടുത്തെ 3 വരുന്നത്. അപ്പോൾ എ അലോൺ ഡു ദ സെയിം പീസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ 132 വർക്ക് 1 വെച്ച് 132 മണിക്കൂർ. ഇതിനും എന്ത് വേണ്ട? പേന വേണം. ഈ ക്വസ്റ്റിന് നിങ്ങൾക്ക് എന്ത് വേണ്ട? പേന വേണം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ പേന എടുക്കാതെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കാം. 3a - 5a യുടെ വാല്യൂ എത്ര വരും? ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 18 എന്ന് വരും. 3 അപ്പുറത്തോട്ടും 18 വരും. അതിന്റെ സ്ക്വയർ എഴുതി വെച്ചേക്കുന്നത് പക്ഷെ ഒരു എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അതായത് 3a + 5 3a - 5യുടെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? 3യുടെ സ്ക്വയർ 9a² + 25a². ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ വരും. എന്താ വരുന്നത്? മൈനസ്, ഇത് ഇപ്പുറത്ത് വന്നു, -2 × 3a × 5/a. ഇതും പോയി. ഇവിടെ മൈനസ് ആണ്. -15 -3a × 5/a -15 വരും. അപ്പൊ -15 എന്ത് വേണം? ഇവിടെ കൊടുക്കാം. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ സ്ക്വയർ 18ന്റെ സ്ക്വയർ 327 ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇത് ഇപ്പുറത്ത് വരുമ്പോൾ 18 ആയി. 327 ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അതാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ആൻസർ. ഇവിടെ ഒരു -2ab ഉണ്ട്. 2 × a എന്ന് പറഞ്ഞാൽ 3a ആണ്. b എന്ന് പറഞ്ഞാൽ 5/a ആണ്. aയും പോയി. 2 × 3 × 5 അതായത് 6 × 5. ഇവിടെ 30 എന്ന് വരും. ഇവിടെ 30 എന്ന് വരും. അപ്പൊ അതപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? +30 ആവും. 354. ഓപ്ഷൻ സി നമുക്ക് എന്ത് ആൻസർ ചെയ്യും. അപ്പൊ ഇതല്ലെങ്കിൽ വേറെ രീതിയിലുണ്ട്. x - 1/x ന്റെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ x² + 1/2 പറഞ്ഞാൽ k² + 2 ആണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ കോഎഫിഷ്യന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ k² 324 + 2 × പിന്നെ എന്താണ് ആ കോഎഫിഷ്യന്റ് 3 × 5. അതായത് എന്ന് പറഞ്ഞാൽ 2 × 3 × 5 എന്ന് പറഞ്ഞാൽ 30 കൂട്ടി എത്ര വരും? 354. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് പേന എടുക്കാതെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര എഴുതാം, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് വാല്യൂ ഓഫ് 2m- ഇങ്ങനെ കിടത്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് ഇത് ഫുൾ ഒന്ന് വായിക്കാൻ നിൽക്കണം. നിങ്ങൾ ഓപ്ഷനിലോട്ട് നോക്കുക. എമ്മിന്റെ എന്നിന്റെയും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എമ്മിനും എന്നിനും വേറെ 0 ഒന്നും കൊടുക്കുന്നില്ല, 1 അങ്ങ് കൊടുക്കുകയാണ്. 2നും 1 കൊടുക്കുമ്പോൾ ഡിഫറെന്റ് ആൻസർ വരുന്ന ഏതെങ്കിലും നോക്കും. കാര്യം എമ്മിന്റെ വാല്യൂ അനുസരിച്ചിരിക്കും, എമ്മിന്റെ എന്നിന്റെ വാല്യൂ അനുസരിച്ചിരിക്കും നമ്മൾ ആൻസർ. ഇവിടെ 2നും 1 കൊടുത്താൽ 16 വരും. ഇവിടെ 1 കൊടുത്താൽ ഒരിക്കലും 16 വരത്തില്ല. ഇവിടെ ഒരിക്കലും 16 വരത്തില്ല. ഇവിടെ ഒരിക്കലും 16 വരത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാം ഡിഫറെന്റ് വാല്യൂസ് ആണ്. അപ്പൊ 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 16 ആണോ എന്തോന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഡിഫറെന്റ് ആണ് വാല്യൂസ്. 1 കൊടുക്കുമ്പോൾ വരും 2 - 3 -1 -1ന്റെ സ്ക്വയർ 1 ആണ്. ഇനി +4 × 1 + 1 2ന്റെ സ്ക്വയർ 4 16 മൈനസ് m - 1 -2 -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1 ആണ്. അപ്പൊ -1 എന്ന് വരും. ഇതും പോയി. അപ്പൊ 16 എന്ന് വരും. അപ്പൊ 1 കൊടുക്കുമ്പോൾ എമ്മിനും എന്നും 1 കൊടുക്കുമ്പോൾ 16 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്താൽ മതി. ഇത് എക്സ്പാൻഡ് ചെയ്യുക. അല്ലാതെ ഒരു സൊല്യൂഷൻ ചെയ്യുന്നത് എങ്ങനെ? ഇത് എക്സ്പാൻഡ് ചെയ്തൊക്കെ ചെയ്യും. എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഇതിനകത്ത് സെയിം വാല്യൂ അല്ലാത്തപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4m² അങ്ങനെ ചെയ്ത് ഫുൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? അത് അങ്ങനെ സമയം വേസ്റ്റ് ചെയ്ത് കാണണം. ഓരോരുത്തരും 60 ടോപ്പർ, ഇതിന്റെ ടോപ്പർ ഇവരെ സൊല്യൂഷൻ കാണാമല്ലോ. അന്നേരം നിങ്ങൾക്ക് 62 സെക്കൻഡ് എടുത്ത ക്വസ്റ്റൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് 62 സെക്കൻഡ് വേണം. എത്ര സെക്കൻഡ് വേണം നിങ്ങൾക്ക്? ഈ രീതിയിൽ പ്രാക്ടീസ് വേണമെന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് തീറ്റ ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ √3 ഇതെന്ന് പറഞ്ഞാൽ കൊസീക്ക് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos² 3x ആണ്. എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ മിക്കവാറും എന്തേ വരത്തുള്ളൂ? നമുക്ക് 30 കുറവേ വരത്തുള്ളൂ. 30 വന്നാൽ cos² 30 എത്ര വരും? cos 90 വരും. 0 വരും. 0 ഓപ്ഷനിലില്ല. 30 കുറവായിരിക്കും. നമുക്ക് നോക്കാം. അപ്പൊ sec2x ഉം cosec2x. അപ്പൊ cosec2x എന്ന് പറഞ്ഞാൽ എന്താ? 1/sin ആണ്. അപ്പൊ ഇവിടെ sin വരും. ഇവിടെ സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos ആണ്. ഈ കോസ് മേളിൽ പോകും. അപ്പൊ cos/sin വരും. cos/sin എന്ന് പറഞ്ഞാൽ കോട്ട് ആണ്. അപ്പൊ cot 2x വാല്യൂ നമുക്ക് കിട്ടും. cot 2x വാല്യൂ എന്താണ്? ഇവിടെ √3 ഇവിടെ കിടക്കുകയാണ്. cot 2x വാല്യൂ ആണ് നമുക്ക് എന്താ വരുന്നത്? √3 വരുന്നത്. cos 2x √3 ആണെങ്കിൽ അപ്പൊ കോട്ടിന്റെ ഏത് വാല്യൂ √3 വരുന്നത്? cot 31 tan 30 1/√3. tan 30 1/√3 ആണെങ്കിൽ cot 60 ആണ് അല്ലെ? tan 30 1/√3.
അങ്ങനെയാണെങ്കിൽ കോഡ് 30 √3 ആണ്. അപ്പോൾ കോഡ് 30 √3 ആണ്. കോഡ് 30 ആണ് √3. ഇപ്പോൾ 2x വാല്യൂ നമുക്ക് 30 ആണ്. ഇപ്പോൾ എക്സിന്റെ വാല്യൂ 15 ആണ്. 3x എന്ന് പറഞ്ഞാൽ എത്ര വരും? 45 വരും. ഇപ്പോൾ cos square 45 എന്ന് പറഞ്ഞാൽ എന്ത് വരും? cos 45 1/√2 ആണ്. cos square 45 എന്ന് പറഞ്ഞാൽ 1/2. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇത്രയും നമ്മൾ ചെയ്ത ക്വസ്റ്റിനകത്തൊന്നും എന്ത് ചെയ്യേണ്ടി വന്നില്ല. ഒരുപാട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 മിനിറ്റിൽ ഈ 7 ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തോ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കവർ ദ ജേർണി ഫോർ ഓൾ 5 days ടുഗദർ ഇഫ് ദ ആവറേജ് സ്പീഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? എല്ലാവരും കൂടെ പോയത് ഇപ്പോൾ 40, 43 എങ്ങനെയുള്ള കൂട്ടാം. നിങ്ങൾക്ക് 40, 60 അങ്ങനെ വേണ്ട, 43 കൂട്ടാം. 43, 68, 98, 103, 148, 198, 202, 202 പിന്നെന്താണ് 0 ഡിവൈഡഡ് ബൈ 505. 501 101 101 വെച്ചിട്ട് 2 വരും. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് 2 ആയിരിക്കും ആകെയുള്ള നോട്ട്സ്. 2 അല്ലല്ലോ, തെറ്റിയോ? നമുക്ക് ആൻസർ തെറ്റിയോ? 2000 ഓക്കെ ബൈ 2 ഉണ്ടല്ലോ, 101/2 ഉണ്ട്. അപ്പൊ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 101/2 ആണ് 50.5. അപ്പൊ 2 × 2 4 ആയിരിക്കും നമ്മുടെ ആൻസറിലുള്ള നോട്ട്സിലോട് ഇട്ട് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഉള്ളൂ. ഓക്കെ, അപ്പൊ 101/2 എന്നായിരുന്നു കേട്ടോ. 550.5 101/2. അപ്പൊ ബാക്കി പൂജ്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ആയിക്കോളും. നമ്മൾ ആൻസറിനകത്ത് നോട്ട്സിലോട് എന്ത് തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റിന് കഴിഞ്ഞു. എത്ര സിമ്പിൾ ആയിട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ് നോക്കുക. 2 ഈസ് വൺ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ദെൻ ദ വാല്യൂ ഓഫ് എം. ഇപ്പൊ 2 ഒരു ഇക്വേഷന്റെ റൂട്ട് ഇതാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വാല്യൂവിന് ആ ഒരു ഇക്വേഷൻ എന്തായിരിക്കണം? സാറ്റിസ്ഫൈ ആയിരിക്കണം. ഇപ്പൊ 2 വൺ ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 2 കൊടുക്കാം. അതിന് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവണം. അതിനാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. 2 കൊടുക്കുമ്പോൾ 5 × 2 × 4 4 20 20 മൈനസ് 34 × 2 എത്രയാണ്? 68. 20 മൈനസ് 68 എന്ന് പറയുമ്പോൾ -48. എമ്മിന്റെ വാല്യൂ എം എന്ന് പറഞ്ഞാൽ -48 പോകുമ്പോൾ +48. ഓപ്ഷൻ സി നമുക്ക് കൊടുക്കാം. അപ്പൊ അതിന് എഴുതാൻ വേണ്ടി ഒരു ത്വര കാണും നിങ്ങൾക്ക്. ഇപ്പൊ ഒരു ത്വര കാണും. 2 × 5 × 4 20 എന്ന് എഴുതി -68 എന്ന് എഴുതി പ്ലസ് m = 0 എന്ന് എഴുതിയാലേ ചിലർക്ക് എന്ത് പറ്റത്തുള്ളൂ, അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യുക, അത് കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ മൈൻഡിന്റെ ത്വരയെ നിങ്ങൾ കുറയ്ക്കുക. അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മൈൻഡ് തന്നെ എന്ത് പറയും? അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നമ്മൾ തന്നെ ചോദിക്കും. മൈൻഡ് തന്നെ പറയും അത് എഴുതിയില്ലെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ ഒരു പ്രോസസ്സാണ്. അത് എത്ര പേര് അത് കണ്ടപ്പോൾ തൊട്ട് കുറേ നാളായി ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഒരു 3-4 മാസം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടാണ്. അപ്പൊ അന്ന് കണ്ട് ചെയ്യുന്നവർക്ക് ഇപ്പൊ അതിന്റെ ഗുണം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടിപ്പോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതിന്റെ ഗുണം ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, പിന്നെ ട്രയാങ്കിൾ ABD അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ 9 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് ഏകദേശം 3 മിനിറ്റ്. ഇതിനൊക്കെ എന്താണ് 30 സെക്കൻഡ് വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, ആ ഒരു ഇതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്ത ആ ഒരു സ്പീഡ്, ഈ ഒരു സൊല്യൂഷന്റെ ക്വാളിറ്റി. ABCയിൽ D is a point on BC, AD is a AD median ആണ്. E is a point on median AD such that B is the bisector of B. AC തന്നിട്ടുണ്ട്, AB തന്നിട്ടുണ്ട്, BC തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് A? ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല, നമ്മൾ ഫിഗർ വരച്ചെങ്കിലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ നിങ്ങൾ CGL CHS 2024 ഏത് എക്സാം CPO അന്ന് ഞാൻ ഡിസംബറിൽ ഇട്ടാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്ക് ഇനി വരുന്ന എക്സാംസ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോ കാണാവുന്നതാണ്. ഒരുപാട് എങ്ങനെ പഠിക്കണമെന്നല്ലോ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രയാങ്കിൾ ABC ആണ് നമുക്കുള്ളത്. ഈ ABCയിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ABCയിൽ D is a point on BC. ഇപ്പൊ വേറൊരു കളർ എടുത്ത് വരയ്ക്കാം. ഇത് വരച്ചെങ്കിലും പറ്റും. ഇപ്പൊ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസിന്റെ സമയം നമ്മൾ കണ്ടെത്തുന്ന എവിടുന്നാണ്? ആദ്യമൊക്കെ നമ്മൾ പേന എടുക്കാതെ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ സമയം ഉപയോഗിച്ചാണ്. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ റൗണ്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 9 ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്തു. ഓക്കെ, D is a point on BC, AD is the median ആണ്. ഓക്കെ, AD median ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്രോണിസ് തിയറം ഉണ്ട്. median E is a point on AD such that B is a bisector of ആംഗിൾ ബി. ഓക്കെ, ഇവിടെ ഇ ആണ്, ഇതെന്താണ്? ബൈസെക്ടർ ആണ്. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ ഉപയോഗിക്കാം. AC 16 ആണ്, AB 28 ആണ്, BC 36 ആണ്. ഓക്കെ, ഇത് മീഡിയം ആയതുകൊണ്ട് ഇത് 18 ആയിരിക്കും, ഇത് 18 ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ലെങ്ത് ഓഫ് A? അപ്പൊ എയുടെ ലെങ്ത് വേണം. അപ്പൊ എയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തിയറമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു തിയറം എന്ന് പറഞ്ഞാൽ നമ്മുടെ BDA. എല്ലാവരും ശ്രദ്ധിക്കും. BDA എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ആംഗിൾ ബൈസെക്ടർ തിയറം. അപ്പൊ ആംഗിൾ ബൈസെക്ടർ തിയറം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ആംഗിൾ ബൈസെക്ടർ തിയറം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയൻ, ഒരു ആംഗിൾ ബൈസെക്ടർ നമ്മുടെ മൂന്നാമത്തെ ആ ഓപ്പോസിറ്റ് സൈഡിനെ ഏത് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? തൊട്ടപ്പുറത്തുള്ള അത് ആംഗിൾ ബൈസെക്ടർ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ അടുത്ത് ആംഗിൾ ഉണ്ടാക്കുന്ന സൈഡുകളുടെ റേഷ്യോയിലായിരിക്കും. അതായത് ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 28 ഉം 18 അല്ലെ? 28 അല്ലേ? AB 28 അല്ലേ? AB 28, BC 36. ഓക്കെ, ഓക്കെ. അപ്പൊ റേഷ്യോ എന്ത് വരും? നമുക്ക് 2 വെച്ചിട്ട് 14:9 വരും. അതായത് ഇത് 14 യൂണിറ്റ് ആണെങ്കിൽ ഇത് ED എന്ന് പറഞ്ഞാൽ, അതായത് AE/ED. ഇവിടെ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ തീർന്നു. AE 14 യൂണിറ്റ് ആണെങ്കിൽ ED എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ്? നമ്മുടെ 9 യൂണിറ്റ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ലെങ്ത് ഓഫ് AE? ഇപ്പൊ AE എന്ന് പറഞ്ഞാൽ 14 ഉണ്ട്, 14 എന്തുണ്ട്? 7 ഉണ്ട്. 7 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു
വഴിയിൽ ആരെങ്കിലും ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും ചെയ്തെങ്കിൽ എനിക്കത് കമന്റ് ആയിട്ട് പറയണം. നിങ്ങൾ ലൈവ് മോക്ക് എഴുതി എത്ര പേര് ഇങ്ങനെ ചെയ്തെന്ന് എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ചെയ്തുകൊണ്ട് 196 14 ഗുണം 14 7ന്റെ മൾട്ടിപ്പിൾ 192 അല്ല, 212 7ന്റെ മൾട്ടിപ്പിൾ അല്ല, 21 വരുമ്പത്തുള്ളൂ. ഇത് 14 48 അല്ല. അപ്പോൾ ഓപ്ഷൻ എ മാത്രമേ എന്തുള്ളൂ 7ന്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. കഴിഞ്ഞു. ഇനി ബാക്കി ഒറിജിനലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേഷ്യോ കിട്ടി. നമുക്ക് എന്ത് വേണം? AD എന്ന് പറഞ്ഞ ലെങ്ത് വേണം. എങ്കിലല്ല അതിനെ നമുക്ക് 14:9 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 14:9 നോക്കുമ്പോൾ എന്താണ്? 14 9 23 23 കിടപ്പുണ്ട്. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, 23 എന്നാൽ 14ന്റെ വാല്യൂ ഇത്രേ ഉള്ളൂ. അതൊക്കെ ജസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അതൊക്കെ നമുക്ക് റേഷ്യോ അറിയണം. അപ്പൊ ഇവിടെ മീഡിയന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഫോമുലാണ് നമ്മുടെ എന്താണ്? അപ്പോളോണിയസ് തിയറം. അപ്പൊ ഇതൊക്കെ കുറച്ച് ജിയോമെട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് തിയറങ്ങൾ പഠിക്കാനുള്ളൂ. പഴയ ലെവലൊക്കെ പോയിരുന്നെങ്കിൽ 2017 സീരിയൽ ലെവലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ പ്രൂഫ് ഉൾപ്പെടെ പഠിക്കുന്നത്. ഇപ്പൊ എന്താ അപ്പോളോണിയസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഇതാണ് കണ്ടുപിടിക്കുന്നതാണ്, നമ്മുടെ മീഡിയം കണ്ടുപിടിക്കുന്നതാണ്. അതായത് ആ മീഡിയം ഉണ്ടാക്കുന്ന സൈഡുകൾ, അതായത് AB². അപ്പോളോണിയസ് തിയറം അറിയാത്തവർക്ക് വേണ്ടി എഴുതാം. AB² + AC² എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആ ഒരു മീഡിയന്റെ സ്ക്വയർ AD² പ്ലസ് ഏതെങ്കിലും BC²/4, അല്ലെങ്കിൽ ഇതിന്റെ സ്ക്വയർ, അതിന്റെ പകുതിയുടെ BC എന്ന് പറയുന്ന സൈഡിന്റെ പകുതിയുടെ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? BC²/4. BC/2ന്റെ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. BC²/4 നമുക്ക് എന്ത് വരും? AB² + AC². കാൽക്കുലേഷൻ ആവും. AB² എന്ന് പറഞ്ഞാൽ 196 256. ഇപ്പൊ 256 196 കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. 256 കൂടെ 200 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 456. അതിനകത്ത് 200 കൂട്ടണ്ടായിരുന്നു, 4 കുറച്ച് കൂട്ടിയാൽ. അപ്പം 456 4 കുറയ്ക്കുക, എത്ര? 452. കാൽക്കുലേഷൻ നോക്കിക്കോണം. /2 ഇവിടുത്തെ 2 വരും. ഇപ്പൊ എത്ര വരും നമുക്ക്? 226. അതെന്ന് പറഞ്ഞാൽ AD² അധികം BC²/4. BC²/4 എന്ന് പറയുമ്പോൾ BC² എന്ന് പറഞ്ഞാൽ BC/2ന്റെ ഹോൾ സ്ക്വയർ, അതായത് 18ന്റെ സ്ക്വയർ. 18ന്റെ സ്ക്വയർ 324. ഓക്കെ, എവിടെയെങ്കിലും തെറ്റിയോ? 452 226. ഓക്കെ, AB² + AC² എന്ന് പറയുമ്പോൾ BC²/4 ഉണ്ടല്ലേ? കറക്റ്റ് ആണല്ലോ. BC/2ന്റെ ഹോൾ സ്ക്വയർ 36/2 18ന്റെ ഹോൾ സ്ക്വയർ 324. ഓക്കെ, നമുക്ക് ഇവിടെ എന്തെങ്കിലും തെറ്റി കാണാം. AB² + AC², 196 കറക്റ്റ് ആണല്ലോ. ഓക്കെ. ഓ, AB² അതല്ലല്ലോ, നമ്മൾ അതിന് 2 വെച്ച് വെട്ടി വെച്ചേക്കാം, അതാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ ആദ്യം ആ ഷോർട്ട് കട്ടിന് വേണ്ടി വെട്ടി വെച്ചേക്കാം. ഓക്കെ. കറക്റ്റാണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഇരട്ടി വരും, 452 വരും അല്ലേ? AB² + 28ന്റെ സ്ക്വയറും ബാക്കി 18ന്റെ സ്ക്വയറുമാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാം? അത് നമുക്കൊന്ന് കാൽക്കുലേഷൻ. ഓക്കെ, AB എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? 28 ആയിരുന്നു. 28ന്റെ സ്ക്വയർത്താണ് 784. 784 അടുത്ത AC² എന്ന് പറഞ്ഞാൽ 18 സ്ക്വയർ 324. ഇതിന്റെ /2 എടുക്കണം. ഓക്കെ, അപ്പൊ എത്ര വരും? ഇത് കാൽക്കുലേഷൻ ആണ്. 100 108 1 11. ഇതിന്റെ /2 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 5 4. ഓക്കെ, അപ്പൊ നമുക്ക് AD² എന്ന് പറഞ്ഞാൽ എന്ത് വരും? AD² എന്ന് പറഞ്ഞാൽ AD² എന്ന് പറഞ്ഞാൽ സംതിങ് വരും. AD എന്ന് പറഞ്ഞാൽ √557 - 327. എത്രയാണ്? എത്ര വരുന്നത്? കാൽക്കുലേഷൻ എവിടെയെങ്കിലും തെറ്റിപ്പോട്ടണം. നമുക്ക് AD എന്ന് പറഞ്ഞാൽ എന്ത്? D എവിടെയെങ്കിലും കാൽക്കുലേഷൻ തെറ്റിക്കാണും. ഓക്കെ, 2 × AD 2AB² - BC². ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, BC²/4 ആണ്. അപ്പൊ AB² എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 28 സ്ക്വയർ 784 അധികം AC², അത് 16ന്റെ സ്ക്വയർ ആണ്, 256 ആണ്. ഓക്കെ, 18ന്റെ സ്ക്വയർ അല്ല, 256. നമുക്ക് എന്ത് വരും? ഇത് 130 140 40 1 1040 വരും. 1040/2 എന്ന് പറയുമ്പോൾ 520 വരും. 520 - 324 എന്ന് പറയുമ്പോൾ നമുക്ക് 196 തന്നെ വരികയും ചെയ്യും. ഓക്കെ, 6 196. ഇപ്പൊ AD² 196, AD എന്ന് പറഞ്ഞാൽ എന്ത് വരും? 14 വരും. ഇപ്പൊ AD 14 ആണെങ്കിൽ AD 14 ആണ്. ഓക്കെ, AD എന്ന് പറഞ്ഞത് 14 യൂണിറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ 23 യൂണിറ്റ് അല്ലേ? 14 9 ഈ റേഷ്യോയിലായിരിക്കും നമ്മുടെ ആംഗിൾ ബൈസെക്ടർ തിയറം വെച്ചിട്ട് AD ഡിവൈഡ് ചെയ്യുന്നത്. 14 9 23 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. എത്ര? 14 മീറ്റർ. നമുക്ക് എത്ര വാല്യൂ വേണം? 14ന്റെ വാല്യൂ വേണം. 14 × 14 196/23 കിട്ടും. അപ്പൊ ഈ അപ്പോളോണിയസ് തിയറം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് 7ന്റെ മൾട്ടിപ്പിൾ ഉപയോഗിക്കായിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒരുപാട് പേര് നല്ല ഇവന്റെ ടോപ്പർ എത്ര സമയം എടുത്തായിരുന്നു? 114 സെക്കൻഡ് എടുത്ത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? 1 മിനിറ്റ് താഴെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ.
ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. 196/21. അടുത്തത് എക്സൈസിൽ എം എന്താണ് മിഡ് പോയിന്റ് ഓഫ് സൈഡ് എക്സ് വൈ ആൻഡ് എക്സ് ഇസഡ് റെസ്പെക്റ്റീവ്. ഓക്കെ, O is the point on segment. O is a point on the segment M1 such that MO ON 2 is 3 ആണ്. If the difference between length of MO and ON is 4 cm, find the length of YZ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ മിഡ് പോയിന്റ് തീറമാണ്. അപ്പോൾ ഇവിടെ MO ON തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, അതിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട് 4 യൂണിറ്റ്. അതായത് ഇവിടത്തുള്ള ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4 സെന്റിമീറ്റർ. ഇപ്പോൾ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 12 കിട്ടും. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ് അതിന്റെ? MOONും MNന്റെ ഇവിടെ എഴുതുക. അപ്പൊ MNന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 20 കിട്ടും. ഇപ്പൊ ഇവിടെ XYZ എന്ന് പറയുന്നത് ഇതിനകത്ത് XYZ എന്ന് ട്രയാങ്കിൾ ഇത് കാണുമ്പോൾ തന്നെ 40 സെന്റിമീറ്റർ ആണ് ആൻസർ. XYZ എന്നതിനകത്ത് മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻസ് ആണ് എന്ന് പറയുന്നത് എമ്മും എന്നും. ഓക്കെ, അപ്പൊ MNന്റെ ലെങ്ത് 20. ഇപ്പൊ ഇത് നമ്മുടെ മിഡ് പോയിന്റ് തരം വെച്ച് 2 സൈഡുകളുടെ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഇരട്ടി ആയിരിക്കും എന്ന് പറയുന്നത് താഴെയുള്ള ആ ഒരു സൈഡ്. ഇത് 2 പാരലും ആയിരിക്കും, അതുപോലെ ഇതിന്റെ ഇരട്ടി ആയിരിക്കും, ഇതിന്റെ പകുതി ആയിരിക്കും, താഴെയുള്ള സൈഡിന്റെ പകുതി ആയിരിക്കും മേളിലുള്ളത്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? നമ്മുടെ YZ ലെങ്ത് 40 സെന്റിമീറ്റർ കിട്ടും. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 10ാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളായിരുന്നു, കുറച്ച് ടൈം ടേക്കിംഗ്. അത് ആ ഒരു മൾട്ടിപ്പിൾ വെച്ച് ചെയ്യാനും. അടുത്ത ക്വസ്റ്റ്യൻ. ABC സ്റ്റാർട്ട് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ്. A ഇൻവെസ്റ്റഡ് ഇപ്പോൾ 12, 8, 6. ദെൻ പ്രോഫിറ്റ് ഓഫ് A ഔട്ട് ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയും. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 7,980 ആണ്. അതിനകത്ത് Aക്ക് എത്ര കിട്ടും ടോട്ടൽ പ്രോഫിറ്റിൽ? അപ്പം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ്. ഇപ്പോൾ ഇവരുടെ ടൈമിന്റെ റേഷ്യോ എന്താണ്? 12, 8, 6. ഒരു എക്സാമിന് പോകുന്ന ഒരാൾ എന്ത് ചെയ്യും? നമുക്ക് എഴുതുന്നത് 4 ഗുണം ആദ്യത്തെ ആളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഇൻവെസ്റ്റ്മെന്റിന്റെ അവരുടെ ടൈമിന്റെ റേഷ്യോ എടുക്കാം. 12, 8, 6 റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 വഴി കിട്ടുമ്പോൾ 6, 4, 3 ആണ്. അപ്പോൾ 6 കൊണ്ടിനെ ഗുണിക്കുക. അപ്പോൾ 24 റേഷ്യോ. അടുത്ത 7 ഗുണം അടുത്ത എത്ര? ഇത് 8/2 ചെയ്തു. ഇപ്പൊ 4. ഇപ്പൊ 7 ഗുണം 4 28 റേഷ്യോ. അടുത്ത ഇവിടെ റേഷ്യോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 12, 8, 6 എഴുതി 2 വെച്ച് വെട്ടിക്കളയാം. അത് ഡയറക്റ്റ് ആണ് ഇവിടെ വെച്ച് തന്നെ വിട്ടും. 8 ഗുണം 3 24. ഇതാണ് ഇവരുടെ റേഷ്യോ. ഇപ്പൊ ടോട്ടൽ എത്ര വരും? 72 ബാക്കി 4 76. ഇപ്പൊ 76ന്റെ വാല്യൂ ആണ്. ഇത്രയാണ് നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. 76ന്റെ വാല്യൂ ആണ് നമുക്കുള്ളത്. ഇത്രയും നമുക്ക് എത്ര വാല്യൂ വേണം? A എന്ന് പറഞ്ഞാൽ 24ന്റെ വാല്യൂ. ഇപ്പൊ ഇവിടെ നോക്ക് 76നകത്ത് 9 ഒന്നുമില്ല. ഇവിടെ 27നകത്ത് 3 ഉണ്ട്. 8 3 ആണ്. ഇവിടെ എന്തുണ്ട്? 8 ഇവിടെ 3 ഉണ്ട്. അതായത് നമ്മുടെ ആൻസർ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ എന്ന് ഓപ്ഷൻ ചെയ്തുണ്ട്. ഇതുണ്ട്, ഇതില്ല. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ 76 വെച്ച് വെട്ടി ഒന്നും ചെയ്യേണ്ട. 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. എന്ത് ചെയ്യാം? അത് വെച്ചിട്ട് ആൻസർ ചെയ്യും. അപ്പൊ മൾട്ടിപ്പിളിന്റെ പരിപാടിയൊക്കെ അത് നടക്കില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് നടക്കും, പ്രാക്ടീസ് മാത്രമാണ് വേണ്ടത്. നടക്കുക. ഒരുപാട് പേര് പറയും ഈ ട്രിക്കൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കൊള്ളാം. ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇതിന്റെ മുമ്പിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുകയാണ് ഈ ക്ലാസ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് മാത്രം മതി. റേഷ്യോ ഓഫ് ദ എഫിഷ്യൻസി ഓഫ് A to that of B to complete efficiency റേഷ്യോ തന്നിട്ടുണ്ട്. A alone complete 30% of work in 4 ദിവസം. 30% എന്ന് പറഞ്ഞാൽ 3/10 ആണ്. 3/10 പാർട്ടിന് 4 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ പാർട്ടിന് എത്ര? അപ്പോൾ 3/10 4 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിന് എത്ര വരും? 10 ഇങ്ങോട്ട് പോകും. ഒക്കെ മൈൻഡിൽ വേണം. 3/10 10 ഇങ്ങോട്ട് പോകും. അപ്പം 3 പാർട്ടിന് 45 ദിവസം. 3 പാർട്ടിന് ഇപ്പോൾ ബൈ 3 ചെയ്യും. ഇൻറ്റു 10/3 ആണ്. അപ്പോൾ 4 ഇൻറ്റു 10/3 നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പാർട്ടിന് കിട്ടും. അപ്പോൾ 45/3 15 ദിവസം കൊണ്ട് Aക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര? 15 ദിവസത്തെ A ഒരു ദിവസം ചെയ്യുന്ന 6 വെച്ചാണ്. 15 90 ആണ് ടോട്ടൽ വർക്ക്. ദ ഫ്രാക്ഷൻ ഓഫ് വർക്ക് റിമൈനിങ് ആഫ്റ്റർ B alone വർക്ക് ഫോർ 4 days. ഇപ്പോൾ 90 വർക്ക് ഉണ്ട്. അതിനകത്ത് 5 ഗുണം 4 20 വെച്ച് എന്ത് ചെയ്തു? B ചെയ്തു. അപ്പം എത്ര കഴിഞ്ഞു? 90നകത്ത് 20 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 70 ഉണ്ട്. 70/90 7/9 7/9 പാർട്ട് എന്നിട്ട് ബാക്കിയുണ്ട്. ഇത് ഒന്നും മനസ്സിലാവാത്തവർക്ക് ഏകലവ്യ ബാച്ചിൽ LCMHC നമ്മുടെ ടൈം വർക്കിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് എന്ത് ചെയ്തിട്ടില്ല ഈ ക്വസ്റ്റിന് പേന എടുക്കാതെ ചെയ്യണം. പേന എടുക്കാതെ എല്ലാം ചെയ്യണം. 2-3 വട്ടം എന്ത് ചെയ്യുക? ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് വീണ്ടും ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേന എടുക്കാതെ ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇപ്പോൾ ഏത് എക്സാം എഴുതുന്നവരായാലും. ഓക്കെ. In jar B, the number of marbles is 10% more than that of jar A. Jar C, the number of marbles is 20% more than that of jar B. In jar D, the number of marbles is 25% less than jar C. And though I could, the number of marbles in D is what percent less or more than jar A. അപ്പോൾ ബിയില് നമ്പർ ഓഫ് 10% മോർ ദാൻ ദാറ്റ് ഓഫ് ജാർ. ഇപ്പൊ A, B, C, D. അപ്പം എയിൽ 100 ഉണ്ടെങ്കിൽ അതിനേക്കാൾ 10% കൂടുതൽ. എത്ര? 110 ബിയിൽ. സിയിൽ നമ്പർ ഓഫ് മാർബിൾ 20% മോർ ദാൻ ദാറ്റ് ഓഫ് മാർബിൾ ബി. ഓക്കെ. അപ്പൊ ബിയേക്കാൾ 20%. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 20% എന്ന് പറഞ്ഞാൽ എത്ര? ഇനി 22 പെർസെന്റേജിന്റെ ക്ലാസ്സിൽ നമ്മുടെ ഏകലവ്യ ബാച്ചിൽ എങ്ങനെയൊക്കെയാണ് സ്പീഡ് എടുക്കുന്നതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ 22 കൂടി എത്രയാണ്? 132 സിയിൽ. ഇൻ ഡി നമ്പർ ഓഫ് മാർബിൾസ് 25% ലെസ് ദാൻ ദാറ്റ് ഓഫ് ജാർ സി. ഇതിന്റെ 25% എത്ര? ഒന്നെങ്കിൽ അതിന്റെ 75% കൊടുക്കുക, അല്ലെങ്കിൽ
3/4 കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതിനേക്കായി 25%. 25% പറഞ്ഞാൽ by 4 ആണ്. by 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ബാക്കി 33. 33 4ആണ്. അപ്പൊ 33 കുറവാണ് എന്ന് വെച്ചാൽ 99 ആണ്. അപ്പം എത്ര പെർസെന്റേജ് കുറവ്? എ അപേക്ഷിച്ച് നോക്കുമ്പോൾ 100ന്റെ സാധനം എത്രയായി? 99ആയി. 1%. 1% എന്താണ്? കുറവാണ്. ലെസ് ഓർ മോർ എന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 1%ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് സർക്കുലർ ബേസ് ഓഫ് എ കോൺ ആൻഡ് കർവ്ഡ് സർഫേസ് ഏരിയ. അപ്പോൾ സർക്കുലർ ബേസ് പറഞ്ഞാൽ πr² ആണ്. കർവ്ഡ് സർഫേസ് ഏരിയ πrl ആണ്. ഓക്കെ. അപ്പോൾ πr² πrlോട് ഡിവൈഡ് ചെയ്യുമ്പോൾ മേളിൽ എന്ത് വരും? 6 വരും. r/l. r/lന്റെ വാല്യൂ കിട്ടും. അതാണ് 3/7. 3 യൂണിറ്റ് ആണെങ്കിൽ 7 യൂണിറ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ. 7ന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 14. ഇപ്പൊ 3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ 6 ആയിരിക്കും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹൈറ്റിന് നമുക്കറിയാം സ്റ്റാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റാൻഡ് ഹൈറ്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് റേഡിയസിന്റെ സ്ക്വയർ ആണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു? റൂട്ട് ഓഫ് എല്ലിന്റെ സ്ക്വയർ 196 മൈനസ് ആറിന്റെ സ്ക്വയർ 36 റൂട്ട് 160 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 16 ഗുണം 10 ആണ്. ഇപ്പൊ 16 റൂട്ടിന് കൊടുത്തിട്ടുമ്പോൾ 4 വരും. 4 റൂട്ട് 10. ഓപ്ഷൻ ബി ആൻസർ കൊടുക്കാം. ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വികാസും ശോഭിത്തും. ഇപ്പോൾ ഒരു സർക്കുലർ പാർക്കാണ്. ദേ ബോത്ത് സ്റ്റാർട്ട് റണ്ണിങ് അറ്റ് ദ സെയിം ടൈം ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫ്രം ദ സെയിം പോയിന്റ്. ഓക്കെ. വികാസ് can complete one full round of park in 5 minutes and Shobhit can complete one full round in 12 minutes. Then in 1 hour how many times they will meet each other? അപ്പൊ 5ന്റെയും 12ന്റെയും LCM എത്രയാണ്? 60 ആണ്. അപ്പൊ നിങ്ങൾ എനിക്ക് ഒരു ടൈമിലേ കാണത്തുള്ളൂ. അങ്ങനെയല്ല, ഇവർ ഉദ്ദേശിച്ചതല്ല. എത്ര ടൈം കൊണ്ട് അവർ തിരിച്ചെത്തും എന്നല്ല ചോദിച്ചേക്കുന്നത്, തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തും എന്നല്ല ചോദിച്ചേക്കുന്നത്. അതായിരുന്നു നമുക്ക് LCM ആയിരുന്നു. ഇപ്പൊ എന്താ ചോദിക്കുന്നത്? ഒരു സർക്കുലർ ട്രാക്കാണ്. ഓക്കെ. അപ്പൊ അതില് വികാസിന് ഒരു ഫുൾ റൗണ്ട് പോകാൻ എന്ത് ചെയ്യും? 5 മിനിറ്റ് എടുക്കും. മറ്റവന് ഒരു ഫുൾ റൗണ്ട് കറങ്ങി വരാൻ 12 മിനിറ്റ് എടുക്കും. 1 മണിക്കൂറിൽ 1 അവറിൽ വികാസ് എത്ര തവണ കറങ്ങും ഇതിനെ? 1 അവറിൽ 60 മിനിറ്റ് ഉണ്ട്. 60/5 12 വട്ടം എന്ത് ചെയ്യും? അവൻ ഫുള്ള് കറങ്ങും. അടുത്ത 1 അവറിൽ മറ്റേ രണ്ടാമത്തെ പേരെന്തോ? ശോഭിത്ത്. ശോഭിത്ത് എന്ത് ചെയ്യും? എത്ര വട്ടം കറങ്ങും? അവന് 12 മിനിറ്റ് എടുക്കും ഒരു കറക്കം കറങ്ങാൻ. അപ്പൊ 60/12 5 വട്ടം കറങ്ങും. അതായത് നമുക്ക് ഈ കൂട്ടിമുട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു സർക്കുലർ പാർക്കിൽ കറങ്ങുവാണെങ്കിൽ അവരുടെ സം ഓഫ് ഡിസ്റ്റൻസ്. അപ്പം അവർ ഒരു വട്ടം കാണണമെങ്കിൽ എന്ത് വേണം? ഇവൻ വികാസ് കറങ്ങി ഇവിടെ ഇപ്പൊ എത്തി, മറ്റവൻ കറങ്ങി ഇപ്പൊ ഇവിടെ എത്തി. അപ്പൊ ഇവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ അവർ കാണണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒരുത്തി ഇങ്ങോട്ട് പോകുന്നു, ഒരുത്തി ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അവര് സഞ്ചരിക്കുന്ന രണ്ടുപേരുടെ കൂട്ടുന്ന ടോട്ടൽ സഞ്ചരിക്കുന്ന ദൂരം ഈ ഒരു സർക്കുലർ ആ ഒരു അതിന്റെ ഫീൽഡിന്റെ പെരിമീറ്ററിന്റെ ഈക്വൽ ആകുമ്പോൾ എന്ത് ചെയ്യും? അവർ കാണും. അപ്പൊ അങ്ങനെ 12 വട്ടം ഇവനും പോകുന്നുണ്ട്, 5 വട്ടം ഇവനും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര സമയം അവര് തമ്മിൽ ആ ഒരു ടോട്ടൽ രണ്ടുപേരോട് ഓടുന്നത് ടോട്ടൽ ആ ഒരു അതിന്റെ സർക്കുലർ പാർക്കിന്റെ ലെങ്ത് ആവും. ഇവന്റെ 12 വട്ടം ഇവിടെ 15 വട്ടം. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും ടൈം എന്ത് ചെയ്യും? അവരുടെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസ്റ്റൻസ് ട്രാവൽ എത്ര ആവും? അതിന് ആ സർക്കുലർ ഫീൽഡിന് ഈക്വൽ ആവും. അപ്പൊ നമുക്ക് എത്ര സമയം കാണും? 12 + 5 17 വട്ടം എന്ത് ചെയ്യണം? അവര് തമ്മിൽ കണ്ടു കാണും. നല്ല ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് എത്രയേ ഉള്ളൂ. ആവറേജ് ഓഫ് 16 നമ്പർ വന്നിട്ടുണ്ട്. 4 is ordered to each number, then each number is multiplied by 2, find the new average. അപ്പൊ ആവറേജിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. എല്ലാ നമ്പറിനെയും സെയിം പോലെ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ ആവറേജിലും സെയിം ഓപ്പറേഷൻ തന്നെ ചെയ്യുക. നമ്മൾ ആൻസർ പറഞ്ഞാൽ 24 + 4 28. ഇതൊന്നും ചെയ്യേണ്ട. 28 × 2 56. പേനൊന്നും വേണ്ട, പേന വേണ്ട. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. 24 ആവറേജ്. 4 ആഡ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ആഡ് ചെയ്യുമ്പോൾ ആവറേജ് 28 അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആവറേജ് എന്തായി? 56. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോട്ട് ഇത്രയും 7 hours ട്രാവലിംഗ് ഡൗൺ സ്ട്രീം. അപ്പോൾ 157/7 എന്ന് പറയുമ്പോൾ 22 ആണ്. ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടി 22. വൈൽ ഇറ്റ്സ് ടേക്ക് 11 hours ഇൻ റിട്ടേണിംഗ്. അപ്പോൾ അതായത് 154ന് 11 മണിക്കൂർ വെച്ച്. അപ്പോൾ അപ് സ്ട്രീമിന്റെ സ്പീഡ് എത്ര കിട്ടും? 157/11 എന്ന് പറയുമ്പോൾ 14 അല്ലേ? 1 14. അപ്പോൾ 14 അപ്സ്ട്രീം സ്പീഡ്. ഡൗൺ സ്ട്രീം സ്പീഡ് 22 ആണ്. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി. ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് by 2. അപ്പോൾ അതിന്റെ ക്ലാസ്സിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കാണാം. അപ്പോൾ രണ്ടുകൂടെ കൂട്ടി പകുതി. 22 14 36ന്റെ പകുതി 18 km/h. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. കുണാൽ 6 years younger than പ്രഭു. പ്രഭു is 5 years older than സുനിലാണ്. സം ഓഫ് ഏജ് ഓഫ് തന്നിട്ടുണ്ട് 76. വാട്ട് ഇസ് ഏജ് ഓഫ് പ്രഭു? 2 years ago. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു സുനിൽ. അപ്പോൾ സുനിൽ X ആണെങ്കിൽ പ്രഭു എന്താണ്? X + 5 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവന് കുണാൽ 6 years younger than പ്രഭു. ഇതിനേക്കായി 6 കുറയ്ക്കുവാണ്. ഇപ്പോൾ X + 5 - 6 ആണെങ്കിൽ X - 1 ആണ്. ഇവിടെ കൂടുമ്പോൾ എന്ത് വരും? 3X + 4. 3X + 4ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 76. അപ്പോൾ 3Xന്റെ വാല്യൂ 72, Xന്റെ വാല്യൂ 24. Xന്റെ വാല്യൂ 24 ആണെങ്കിൽ പ്രഭു 5 വർഷം കൂടുതലാണ്, 29 വയസ്സാണ്. നമ്മൾ ചോദിക്കുന്നത് 29 ചോദിക്കുന്നില്ല. വാട്ട് ഈസ് ഏജ് ഓഫ് പ്രഭു? 2 years ago. 29 - 2 27. ഓപ്ഷൻ എ ആൻസർ കൊടുക്കാം. ഈസി ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ. ഫോളോയിങ് പൈ ചാർട്ട്. ഓക്കെ. ജെ ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ്. CEGയിലെ ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ്. ഇപ്പൊ ജെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ പറ്റും. ഇപ്പൊ CEG എന്താണ്? സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് 57. ഇ എന്ന് പറഞ്ഞാൽ 69. 57 69 എത്രയാണ്? 110 119 126. പിന്നെ എത്രയാണ്? CEG എന്ന് പറഞ്ഞാൽ 62. 126 62 എന്ന് പറഞ്ഞാൽ
126 60 186 188. അപ്പൊ 188 പിന്നെ 0 188 0 ജെ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് മാർക്ക് ജാർ എ ജാർ ബി ജാർ എഫ് ജാർ എച്ച്. ഓക്കെ, ജാർ എ കാൽക്കുലേഷൻ ആണ്. ജാർ എ ജാർ ബി എന്ന് പറയുമ്പോൾ 45 ഇപ്പൊ എത്രയായി 99. പിന്നെ ജാർ എഫ് 99 പച്ച 99 40 139 തൊട്ട് 147 പിന്നെ എച്ച് 147 51 147 148 198 0 ഡിവൈഡ് ബൈ എത്രയാണ്? എത്ര വരാം? 1 2 3 4 ആവറേജ് ആണ് 1 2 3 4 ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 ബാക്കി 38 9. ഓക്കെ, 38 9 ബാക്കി 20 495 വരും. ഇതിന്റെ ബൈ 5 എന്ന് പറഞ്ഞാൽ ഇതേ ബൈ 5 ഇതേ ബൈ 5. അപ്പൊ ബൈ 5 എന്ത് വരും? ഇത് 2. ഓക്കെ, 2 18 3 ബാക്കി 6 മൈനസ് ഇത് 9 ബാക്കി 9 99 കുറയ്ക്കണം. അപ്പൊ ഇത് 236 നിന്നും 236 ഏരിയയിലില്ലേ നമുക്ക് 495 വന്നു. 1880 1800 അല്ലല്ലോ 1800 അല്ലേ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 188. ഓക്കെ, അപ്പൊ കറക്റ്റാ. 1880 മൈനസ് 499 90 ബൈ 5. 1880 ബൈ 5 എന്ത് ചെയ്യും? 3 വട്ടം പോവും. ഓക്കെ, 3 വട്ടം. ഓക്കെ, 38 3 വട്ടം ബാക്കി 38 7 വട്ടം ബാക്കി 30 6 വട്ടം 376 മൈനസ് 99 അതായത് 276 ഒന്നുകൂട്ടി 277. ഓപ്ഷൻ ബി ആൻസർ കിട്ടും. കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, വേറെ കൺസെപ്റ്റുകളൊന്നുമില്ല. ഇപ്പൊ 4 ബെൽസ് ഇത്ര ഇന്റർവെല്ലിൽ എന്ത് ചെയ്യാണ്? റിംഗ് ആണ്. ഫസ്റ്റ് ടൈം എത്രയാണ്? 8:50 ആൻഡ് ദേ റാങ് nth ടൈം ടുഗദർ 11:10 സെയിം ഡേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. അതായത് 8:50 മുതൽ 11:10 വരെ എത്ര സമയം ഉണ്ടെന്ന് നോക്കുക. എത്ര സമയമുണ്ട്? 10 മിനിറ്റ് ആകുമ്പോൾ 9 ബാക്കി എത്ര? 10 മിനിറ്റ് 2 മണിക്കൂർ 120 മിനിറ്റ് പിന്നെ ഒരു 10. അപ്പൊ 130 10 140 മിനിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. 140 മിനിറ്റ് ആണുള്ളത്. ഇനി ഇവന്മാര് എത്ര സെക്കൻഡിൽ അടുത്ത മുട്ടുന്നത്? ഇവരുടെ LCM 28 42 14 56 LCM 14 56 മൾട്ടിപ്പിളാണ്, 28 52 മൾട്ടിപ്പിളാണ്. ഇനി 42 56 രണ്ടിലും 14 ഉണ്ട്. ഇത് 14 × 3 ആണ്. ഒരു 3 കൊടുക്കും. അതായത് 168 സെക്കൻഡിൽ എന്ത് ചെയ്യും? ഇവർ അടുത്ത റിംഗ് LCM. അപ്പൊ അങ്ങനെ 140 × 60 ഇത്ര സെക്കൻഡിൽ 168 സെക്കൻഡ് വെച്ചുള്ള എത്ര വട്ടം മുട്ടും, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതായത് 14 വെച്ച് കിട്ടുമ്പോൾ എന്ത് കിട്ടും? ഇത് 10 14 28 കൊണ്ട് ഗുണിക്കായിരുന്നു. 28 × 5 28 × 6 അല്ലെ നോക്കാം. 14 വെച്ച് കിട്ടാം. 14 × 10 ഇത് 14 × 12 ആണ്. ഓക്കെ, 12 ആണ്. 12 × 5 ആണ്. അതായത് 50 ടൈംസ് എന്ത് ചെയ്യും? അവര് 8:50 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടൈം ഇതുണ്ട്, അങ്ങനെ nth ടൈം ആണ്. അപ്പൊ ഫസ്റ്റ് ടൈം 8:50 മുട്ടുമെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് എത്ര ടൈംസ് വരുന്നത്? 50 ടൈംസ്. 50 1 അതായത് 51 ടൈംസ് എന്ത് ചെയ്യും? ഒരു മുട്ടും. 50 എഴുതിയ ഒരു തെറ്റാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്പീഡിൽ ചെയ്യുക. അടുത്ത സെർട്ടൺ സം ഇത്രയും ആഫ്റ്റർ 10 ഇയേഴ്സ് സിമ്പിൾ ഇൻഡെക്സ്. സിമ്പിൾ ഇൻഡെക്സ് ആണെങ്കിൽ ഒരു വർഷമില്ല, 10 വർഷം കൊണ്ട് എന്തായി? 2.2 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാധനം 1 എന്ന് പറഞ്ഞാൽ 2.2 ആയി. 1 2.2 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം കൂടിയത്? 120%. അതായത് 1.2 കൂടി. 1.2% പറയുമ്പോൾ എന്ത് വരും? ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ 1.2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/5 ആണ്. 120% അല്ലേ? 1.2 ടൈംസ് ആയി. 1.2 കൂടെ എക്സ്ട്രാ കൂടി. ഒന്നുണ്ടായിരുന്നു, അത് 100%. ഒന്നിനെ 100% ആക്കുന്നത് 100 കൊണ്ട് ഗുണിക്കുന്നത്. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാം. 1.2നെ പെർസെന്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. 120% 10 വർഷം കൊണ്ട്. ഒരു വർഷം കൊണ്ട് എത്ര ആയത്? 12% സിമ്പിൾ ഇൻഡെക്സ്. 3.16 ടൈം ആവണം. അപ്പോൾ ഒന്ന് 3.16 ആണെന്ന് പറഞ്ഞാൽ എത്ര കൂടിയത്? 2.16 എന്ന് പറഞ്ഞാൽ 2.16 × 100 എത്രയാണ്? 216% കൂടേണ്ടത്. അപ്പോൾ ഒരു വർഷം 12% കൂടുന്നത്. അങ്ങനെ 216% വേണ്ടി എത്ര സമയം എടുക്കും? 12 1 ബാക്കി 96 8 18 വർഷം കൊണ്ട് എന്ത് ചെയ്യും? അത് അതിന്റെ 3.16 ആവും. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് തിരിച്ച് ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഷോപ്പ് കീപ്പർ മാർക്ക് ചെയ്യുന്നു, ഓഫേഴ്സ് ഡിസ്കൗണ്ട് ചെയ്യുന്നു, ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. സെല്ലിംഗ് ആർത്തി. ഇത് ബേസിക് ക്ലാസ്സിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ മാർക്കപ്പിന്റെയും ഡിസ്കൗണ്ടിന്റെയും സക്സസീവ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 45 മൈനസ് ഡിസ്കൗണ്ട് മൈനസ് കൊടുക്കുക. -18 മൈനസ് 45 × 18/100 ആയിരിക്കും. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. 45 മൈനസ് 18 എന്ന് പറയുമ്പോൾ 35 നെറ്റ് പോയാൽ 27 മൈനസ് 45 × 18/100 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 45 × 18 ചെയ്യണോ? ഓക്കെ, ചെയ്യാം. 45 × 18 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 720 ബാക്കി 90 810. അപ്പോൾ അതായത് പോയിന്റ് ഓക്കെ 8.1 അപ്പോൾ 8 കുറയ്ക്കുമ്പോൾ എത്ര വരും? 19 19 നിന്ന് 0.1 കുറയ്ക്കുമ്പോൾ 18.9. ഓപ്ഷൻ സി നമുക്ക് എന്ത്? 18.9. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ദ ഫോളോയിങ്. 1 + 1/11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/11 ഇൻറ്റു അടുത്ത 13/12 അങ്ങനെ പോയി 22/21. ഇപ്പോൾ ഇവിടെ നമുക്ക് വെട്ടിപ്പോകുന്ന എങ്ങനെയാണ്? 12 12 13 13 ഇവിടുത്തെ 13 കിട്ടും, 14 14 കിട്ടും, 21 കിട്ടും. ആൻസർ പറഞ്ഞാൽ 22/11 2 ആൻസർ കിട്ടും. അപ്പോൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോളൂ. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പേന എടുക്കാൻ ചെയ്യുന്നു?
സമയത്ത് ചെയ്തു എന്ന് ഓർത്തോളാം. 2 types of rice 70 95 മിക്സ്ഡ് ടുഗദർ. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് എ ആൻഡ് ബി ഗോട്ട് മിക്സ്ഡ് സോ ദാറ്റ് റിസൾട്ടിന്റെ മിക്സർ ഇതാണ് 85. ഇത് അലിഗേഷൻ അറിയാവുന്നവർക്ക് ഒന്നുമില്ല. ഇത് ഈ 85 ഇങ്ങോട്ടൊന്ന് വെച്ചാൽ മതി, മനസ്സിലൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? 95 85 ഡിഫറൻസ് 10, ഇവിടെ വരും 75 85 ഡിഫറൻസ് 15. ഇപ്പോൾ 2:3 ഓപ്ഷൻ എ. ഇതിനെന്ത് വേണ്ട, പേന വേണ്ട, പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ അലിഗേഷന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അർജുന ബാച്ചിന്റെ 2ാമത്തെ ക്ലാസ് പോകുക. അതിനകത്ത് അലിഗേഷന്റെ ക്ലാസ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 70 കിലോയിലുള്ള സാധനം 95 കിലോയുള്ള സാധനം മിക്സ് എത്ര? 85. റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ 10 ഇവിടെ 15 എന്ത് കിട്ടും? 2:3. അപ്പോൾ ഈ ഒരു മെത്തേഡെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിനകത്ത് ആകപ്പാടെ ആ ഒരു അപ്ലോണിക് സ്ഥിരത്തിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഒന്ന് എന്ത് ചെയ്തത്, ഒന്ന് ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്തത്. ഓക്കെ, ബാക്കി എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസ് കിട്ടും, നിങ്ങൾക്ക് ആ ഒരു ഓഫീസർ ലെവലിലുള്ള ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവർ ഇങ്ങനെ ഈ ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് പോകല്ല, കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മാക്സിമം ക്ലാസ്സുകൾ കാണാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.